കർത്താവിൻ നാമം വാഴ്ത്തിടാം. സർവശക്തനു പാടി സ്തോത്രം ചെയ്യുവിൻ, സർവശക്തനു പാടി സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. സൃഷ്ടികർത്താവിനു സ്തോത്രം ചെയ്യുവിൻ, സൃഷ്ടികർത്താവിനു സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. സൗഖ്യനായകനു സ്തോത്രം ചെയ്യുവിൻ, സൗഖ്യനായകനു സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. ജീവനായകനു സ്തോത്രം ചെയ്യുവിൻ, ജീവനായകനു സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. താളത്തോടെ താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. താളത്തോടെ താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. നല്ല ഇടയനു സ്തോത്രം ചെയ്യുവിൻ, നല്ല ഇടയനു സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. അപ്പം നൽകുന്നവന് സ്തോത്രം ചെയ്യുവിൻ, അപ്പം നൽകുന്നവന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. സൗഖ്യദായകനു സ്തോത്രം ചെയ്യുവിൻ, സൗഖ്യദായകനു സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. ജീവദായകനു സ്തോത്രം ചെയ്യുവിൻ, ജീവദായകനു സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേരിൻ താളത്തോടെ കർത്താവിളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പുത്രന്മാരും പുത്രിമാരും എന്ന പദവി ഉണ്ടോ എന്നൊരു വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, പിതാവാം ദൈവം പരിശുദ്ധനാകിയാൽ തൻ്റെ മക്കളും വിശുദ്ധരായിരിക്കണമെന്നത് പിതാവിന് നിർബന്ധമുള്ള കാര്യമാണ്. മക്കളോടുള്ള ബന്ധത്തിൽ പിതാവാം ദൈവത്തിന് ചില നിർബന്ധങ്ങളുണ്ട്. അതിൽ അതിപ്രധാനമായ ഒന്നാണ് അവർ വിശുദ്ധിയെ തികയ്ക്കണം എന്നുള്ളത്. നിങ്ങൾ വിശുദ്ധിയെ തികയ്ക്കുമെങ്കിൽ പ്രിയരെ, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്നത് ഏവർക്കും അവകാശമാക്കി എടുക്കാവുന്ന ഒരു വാഗ്ദത്തം ആണ് എന്ന് തിരിച്ചറിയണം. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും.
ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ ഈ വാക്യങ്ങൾ അപ്പോസ്തലൻ പൗലോസ് ദൈവ ജനത്തോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്. ഈ വചനങ്ങൾ ഓർപ്പിച്ച ശേഷം പൗലോസ് അപ്പോസ്തലൻ ദൈവമക്കളായവരുടെ ജീവിത നിലവാരം താനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അവരെ പ്രബോധിപ്പിക്കുന്ന ഭാഗമാണ് നാം കുറിവാക്യത്തിൽ ഓർപ്പിക്കുന്നത്. ഈ വിധ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്നവരായി മാറണം എന്ന്. പ്രിയ ദൈവമക്കളുടെ ശരീരത്തിലും ആത്മാവിലും കന്മഷങ്ങൾ വ്യാപരിച്ചിരിക്കുന്നു. അത് പിതാവാം ദൈവത്തെ വളരെയേറെ വേദനിപ്പിക്കുന്നതായ വിഷയമാണ്. നാം അത് പരിഹരിച്ചില്ലെങ്കിൽ, ആ കന്മഷങ്ങളെ നാം പോക്കിയില്ലെങ്കിൽ, മക്കളെന്ന പദവിയിൽ നിന്ന് നാം ഒഴിവാക്കപ്പെടും. മക്കൾ അപ്പൻ്റെ ഹൃദയത്തിന് വേദന പകരുന്നവരാകരുത്. മക്കളുടെ വിശുദ്ധ ജീവിത നിലവാരം അപ്പന് നിർബന്ധമാണ്. ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങൾ. ജഡത്തിലെ കന്മഷം എന്നത് ബാഹ്യമായവയെക്കുറിച്ചുള്ളതാണ്. എന്നാൽ ആത്മാവിലെ കന്മഷം എന്നത് ആഭ്യന്തരമായ കാര്യമാണ്. നാം കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നതും സാരമില്ല എന്ന് പറഞ്ഞു തള്ളുന്നതുമായ പല പല കാര്യങ്ങളും വിഷയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കന്മഷങ്ങളാണ്. ജഡത്തിലും ആത്മാവിലും വേർപാടിൻ്റെ അനുഭവങ്ങളും വിശുദ്ധിയും അനുഷ്ഠിക്കുന്നവരായി നാം മാറുവാൻ വളരെയേറെ ശ്രദ്ധ നാം ചെലുത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതം, ആത്മീയ ലക്ഷ്യങ്ങൾ, ആത്മീയ വിചാരങ്ങൾ എന്നിവ ദൈവപ്രസാദം കൈവരിക്കുന്ന നിലവാരത്തിലുള്ളതായിരിക്കണം. അതിൻ്റെ പൂർണ്ണതയ്ക്കും വിജയത്തിനുമെതിരെ കന്മഷങ്ങൾ തടസ്സമാകുവാൻ പാടില്ല. ആത്മാവിൽ ദോഷം കാണുക, ചിന്തിക്കുക, ഒരുക്കുക എന്നിവ നമ്മുടെ പ്രതിയോഗിയും നമ്മിൽ ലക്ഷ്യമിടുന്നതാണ്. ഇവ നമ്മിൽ ഉണ്ടാകാൻ അനുവദിക്കരുത്. ഇവ നമ്മുടെ ആത്മാവിൽ പ്രവേശിക്കുവാൻ നാം സമ്മതിക്കരുത്. ആത്മീയ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്ന ആത്മാവിലെ കപടങ്ങൾ, ദോഷചിന്തകൾ, ആത്മീയ മത്സരമനോഭാവം, ആത്മീയമായ മുൻവിധികൾ എന്നിവകളൊക്കെ പ്രിയരെ ആത്മാവിലെ കന്മഷങ്ങളാണ്. ഇവ നീക്കി നാം നമ്മെ തന്നെ വെടിപ്പാക്കണം. അത് നാം ദൈവഭയത്തിൽ അനുഷ്ഠിക്കണം. ദൈവഭയമുള്ളവർ പാപത്തെ ഭയപ്പെടും. പാപത്തോടുള്ള ബഹുമാനം കൊണ്ടുള്ള ഭയമല്ലത്. ദൈവത്തോടുള്ള ബഹുമാനവും ഭക്തിയും നിറഞ്ഞ ഭയത്തിൽ നിന്നും ഉളവാകുന്ന വെറുപ്പാണ് യഥാർത്ഥത്തിൽ പാപത്തോടുള്ള ഭയം എന്ന കാര്യമെന്ന് നാം തിരിച്ചറിയണം. ദൈവഭയം ഒരുവനിൽ വിശുദ്ധിയെയും അനുസരണത്തെയും വളർത്തിയെടുക്കും. ഒരു ദൈവപൈതലിൽ വളർച്ച മുരടിച്ച വിശുദ്ധിയല്ല ഉണ്ടാകേണ്ടത്. മുന്നേറിക്കൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധിയാണ് നമുക്ക് ആവശ്യം. വളരുന്ന വിശുദ്ധിയുടെ ഫലമെന്നത് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയ്ക്കും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിനും ഭംഗം വരുത്തുന്ന എല്ലാറ്റിനെയും വിട്ടൊഴിയുക, വിട്ടുമാറുക എന്നുള്ളതാണ്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ എന്നത് അവനെ ഭക്ഷിച്ച് പാനം ചെയ്ത് പ്രത്യാശയോടെ അവൻ്റെ വരവിന് വേണ്ടി തന്നെ കാത്തിരിക്കുക എന്നുള്ള ഒരു ജീവിത നിലവാരമാണ്. ആന്തരികവും ബാഹ്യവുമായ സകല അശുദ്ധിയിൽ നിന്നും ഒഴിഞ്ഞു മാറി വിശുദ്ധിയും വേർപാടിലും ജീവിക്കുക, ആരാധിക്കുക എന്നുള്ളത് പ്രിയ ദൈവമക്കളുടെ പദവിയിൽ നിലനിൽക്കുക എന്നുള്ളത് ഒരു വലിയ
ദൗത്യമാണ്. ദൈവമക്കൾ, വിശ്വാസികളായ പ്രിയ ദൈവമക്കൾ, ഒരിക്കലും ദൈവമക്കളല്ലാത്തവരെ പോലെയും അവിശ്വാസികളെ പോലെയും ജീവിക്കുവാൻ താല്പര്യപ്പെടരുത്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, നമ്മുടെ വിശുദ്ധിയുടെ വളർച്ച നമ്മുടെ ജീവിതത്തിൽ എവിടെ വരെ എത്തി? നാം മക്കളെന്ന പദവിയിൽ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? അതോ അവിശ്വാസികളുടെ മര്യാദയും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മിൽ വ്യാപരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, നമ്മിൽ വ്യാപരിക്കുവാൻ അനുവദിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജഡത്തിലും ആത്മാവിലും കന്മഷങ്ങൾ കയറി പറ്റിയിരിക്കുന്ന ഒരു ജീവിതാനുഭവത്തിലും അവസ്ഥയിലും കഴിയുന്നു? ഏതെങ്കിലും നിലവാരത്തിൽ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടെങ്കിൽ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവാൻ ഉത്സാഹിപ്പീൻ എന്നൊരു ശക്തമായ മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദിവസവും നമുക്ക് നൽകി തന്നിരിക്കുന്നു. തന്നെത്താൻ വെടിപ്പാക്കി ദൈവഭയത്തിൽ മുന്നേറുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന ഈ വലിയ അനുഗ്രഹത്തിനായി, സാവകാശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിത നിലവാരമാകിയാൽ, വിളിക്കപ്പെട്ട ഒരു ജീവിത നിലവാരമാകിയാൽ, ലക്ഷ്യം ഉള്ള ഒരു ജീവിത നിലവാരമാകിയാൽ, ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ വളരുന്ന വിശുദ്ധി, കർത്താവേ, വിശുദ്ധിയുടെ ഒരു ഉയർന്ന തലം പ്രാപിച്ച് അത് നിലനിർത്തി ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മക്കളായി തന്നെ നിലകൊള്ളുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്ന് പകൽ അനുഗ്രഹിക്കണം, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവേ, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. താളത്തോടെ താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. താളത്തോടെ താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. സൗഖ്യദായ സ്തോത്രം ചെയ്വിൻ, സൗഖ്യദായ സ്തോത്രം ചെയ്വിൻ. നല്ലവനല്ലോ ദയായിട്ടുള്ളത്, അവൻ നല്ലവനല്ലോ ദയായിട്ടുള്ളത്. ജീവദായ സ്തോത്രം ചെയ്വിൻ, ജീവദായ സ്തോത്രം
എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് തമ്പീർ താളത്തിൽ